കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ കുലദേവതയായിരുന്ന വളയനാട് ഭഗവതി എങ്ങനെ അവിടെയെത്തിയെന്ന് അറിയാമോ? വള്ളുവനാട് രാജാവായ വള്ളുവ കോനാതിരിയുമായി നടന്ന ഒരു ഘോരയുദ്ധത്തിൽ ശക്തമായ സൈന്യവും കൂടുതൽ സമ്പത്തും ഉണ്ടായിരുന്നിട്ടും സാമൂതിരി അത്ഭുതകരമായി പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് താൻ തോറ്റതെന്ന് ചിന്തിച്ച സാമൂതിരി വള്ളുവ കോനാതിരിയുടെ വിജയം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിച്ചു. വേഷം മാറി വള്ളുവ കോനാതിരിയുടെ കുടുംബക്ഷേത്രമായ തിരുമാന്താകുന്ന ക്ഷേത്രത്തിൽ ധ്യാനിക്കാനും ദേവിയുടെ അനുഗ്രഹം തേടാനും സാമൂതിരി പോയി. സാമൂതിരിയുടെ ഭക്തിയിൽ സംതൃപ്തയായ ദേവി സാമൂതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാമൂതിരി ദേവിയോട് തന്റെ രാജ്യത്തേക്ക് വരാൻ അപേക്ഷിച്ചു. ദേവി ഒരു നിബന്ധന വച്ചു. ദേവി പുറകെ വരും. സാമൂതിരി തിരിഞ്ഞുനോക്കിയാൽ ദേവി അവിടെ നിർത്തും. അവർ നടക്കുമ്പോൾ ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ സാമൂതിരിക്ക് സംശയം തോന്നി തിരിഞ്ഞുനോക്കി. ആ നിമിഷം ഇനി മുന്നോട്ടു പോകില്ലെന്ന് പറഞ്ഞ് ഭഗവതി നിന്നു. സാമൂതിരിക്ക് വിഷമമായി. ഒടുവിൽ ദേവി കൈയിലെ വളയൂരി എവിടെയാണോ വള എത്തുന്നത് അവിടെ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവി അത് എറിഞ്ഞു. വള ഒരു സ്ഥലത്ത് വീണ് ഒരാഴ്ച കറങ്ങിയ ശേഷം വളയനാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്നുനിന്നു. വള ഒരാഴ്ച കറങ്ങിയ സ്ഥലം പിന്നീട് ആഴ്ചവട്ടം എന്നറിയപ്പെടുന്നു.